അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന സമയത്ത് താൻ അനുഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇപ്പോൾ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. കേൾവിക്കുറവ് അനുഭവിക്കുന്ന നിരാലംബർക്കായി ശബ്ദത്തിന്റെ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് മമ്മൂട്ടി. മമ്മൂക്ക നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷൈൻ ഫൗണ്ടേഷൻ രാജഗിരി ഹോസ്പിറ്റൽ സഹകരണത്തോടെ നടപ്പിലാകുന്ന സൗജന്യ ക്ലോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി കാതോട് കാതോരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടായിരുന്നു മമ്മൂക്ക കഴിഞ്ഞ ദിവസം എത്തിയത്. അവിടെ വെച്ചാണ് അദ്ദേഹം മനസ്സ് തുറന്നത്. തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ചും മമ്മൂക്ക തുറന്ന് സംസാരിക്കുകയായിരുന്നു. മമ്മൂക്കയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു സമയത്ത് ഞാനും കാഴ്ചയും കേൾവിയും ശ്വാസവും തന്നെയാണ് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ വ്യക്തി തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. ഒരു സമയത്ത് കുറച്ചു കാലത്തേക്ക് എനിക്ക് രുചിയും മണവും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ തിരികെ കിട്ടിയത്. ആ സമയത്ത് വളരെ മോശപ്പെട്ട ഒരു ആരോഗ്യ വ്യവസ്ഥയിലൂടെ തന്നെയായിരുന്നു ഞാൻ കടന്നു പോയത്. എന്നാൽ ഞാൻ തളർന്നിട്ടില്ലായിരുന്നു. എന്നാൽ അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി: ഒരു മനുഷ്യന് ഏറെ പ്രധാനപ്പെട്ടത് അവന്റെ ആരോഗ്യം തന്നെയാണെന്ന്. രുചിക്കാനും കാഴ്ചയ്ക്കും കേൾവിക്കും നമുക്ക് കഴിവുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നൻ തന്നെയാണ്. മാത്രമല്ല, ഒരിക്കൽ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഒരു വ്യക്തിക്ക് ശ്രവണ സഹായി വാങ്ങി നൽകി. അത് ആ സമയത്ത് അദ്ദേഹം വളരെയധികം സന്തോഷവാനായി തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് അത് വെച്ചതും അയാൾക്ക് എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു. ആദ്യമായി ശബ്ദം കേട്ട ഒരു വ്യക്തിക്ക് അത് അന്ന് തന്നെ ആദ്യമായി ശബ്ദം തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം അത് അയാൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇങ്ങനെയാണ് മമ്മൂക്ക തന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂക്ക കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അസുഖബാധിതനായി ചികിത്സയിലായത്. എന്നാൽ വിശ്രമത്തിന് ശേഷം ഇപ്പോൾ പൂർവാധികം ആരോഗ്യത്തോടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്.